ഗൈസ്, ഈ കഴിഞ്ഞ ദിവസം വേടൻ റിലേറ്റഡ് ആയിട്ട് ഒരു പീഡന കേസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഇതിനു മുന്നേ ഒരു കഞ്ചാവ് കേസ് വന്നിരുന്നു, ഇപ്പോൾ ഒരു പീഡന കേസ് വന്നു. കഞ്ചാവ് കേസിൽ സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ, വേടൻ പ്രേക്ഷകരോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ ജീവിതം കോപ്പി ചെയ്യരുത്. അത് വേടൻ്റെ ഫാൻസ് ഏറ്റെടുക്കുകയും വേടൻ പറഞ്ഞത് വലിയൊരു കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേടൻ്റെ ഫാൻസ് തന്നെ എയറിലാക്കാൻ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഈ പീഡന കേസ് കൂടി വന്നതിന് ശേഷം എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. വേടൻ അന്ന് പറഞ്ഞു എൻ്റെ ജീവിതം കോപ്പി ചെയ്യരുത് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, വേടൻ ഒരു ഇൻഫ്ലുവൻസറാണ്. വേടൻ്റെ പാട്ടുകൾ മാത്രമല്ല, വേടൻ എന്നൊരു വ്യക്തിയെ വരെ കോപ്പി ചെയ്യുന്ന ഒരുപാട് ആരാധകരുണ്ടാകും. അപ്പോൾ വേടൻ ഇതുപോലെ എൻ്റെ ജീവിതം കോപ്പി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തന്നെ അതിലെത്ര മാത്രം ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഒരുപാട് ഫാൻസ് വേടനുണ്ട്. അപ്പോൾ ഇപ്പോൾ പീഡന കേസ് വന്നു, അപ്പോഴും വേടൻ പറയുകയാണ് എൻ്റെ ജീവിതം നിങ്ങൾ കോപ്പി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതൊക്കെ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇൻഫ്ലുവൻസർ എന്നത് അവരുടെ കഴിവുകളിൽ മാത്രമല്ല, അവരുടെ ജീവിതശൈലിയിലും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.